യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തി. കാരന്തൂർ മർക്കസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. എല്ലാം പോസിറ്റീവായി കാണുന്നുവെന്നും തെറ്റിദ്ധാരണ പരത്തരുതെന്നും ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിന്തുണ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ആക്ട് ചെയ്തു. അവിടുത്തെ വിവിധ എന്താ പറയുക ന്യായാധിപന്മാരുമായിട്ട് വരെ കോണ്ടാക്ട് ചെയ്യാൻ ഈ സ്പിരിച്വൽ ലീഡർ വഴി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ധാർമ്മികമായും മാനസികമായിട്ടുള്ളൊരു പ്രവർത്തനം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇതിന് യാതൊരു സംശയവുമില്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേർന്നു. സമീറ, 16-ാം തീയതി നിശ്ചയിച്ചിരുന്ന വധശിക്ഷ അത് നീട്ടിവെക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. ഇനി മോചനമാണ് മുന്നിലുള്ളത്. ഈ പറയുന്ന പോലെ വധശിക്ഷ നീട്ടിവെക്കുന്ന കാര്യത്തിലും മോചനത്തിലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകളുടെ കാര്യത്തിലും ഈ അവകാശവാദങ്ങൾ ഏറെയുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്? സുഹൈൽ, ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പല വിധത്തിൽ പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ MLA ഇന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ പിതാവ് തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രവർത്തനമാണ്. അതിന്റെ തുടർച്ചയാണ് താൻ ഏറ്റെടുത്തത്. അങ്ങനെയാണ് താൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ഈ വിഷയം സംസാരിക്കുന്നതും അതിന്റെ ഭാഗമായിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനുള്ള സൂഫി പണ്ഡിതനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനൊടുവിലാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടാവുകയും വളരെ ശുഭകരമായ ഒരു ആദ്യഘട്ട വിജയം ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. അതിന്റെ തുടർ ചർച്ചകളുടെ ഭാഗമായാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കാന്തൂർ മർക്കസിൽ എത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള ചർച്ച അദ്ദേഹം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കുടുംബം ഇതുവരെയും പൂർണ്ണമായും ഒരു മാപ്പ് നൽകുന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൽ 1% ആളുകൾ ഇപ്പോഴും അതിനെ എതിർക്കുന്ന ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കൂടി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുക, അവർക്ക് ദയാധനം സ്വീകരിച്ചോ അല്ലാതെയോ മാപ്പ് നൽകാൻ കഴിയും. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നവമാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലുമൊക്കെ ചില വിഷയങ്ങളിൽ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പ്രകോപിപ്പിക്കുന്ന, തലാലിൻ്റെ കുടുംബത്തെ പ്രകോപിപ്പിക്കുന്ന ചില വാർത്തകളും ചില പരാമർശങ്ങളും ഒക്കെ വരുന്നു, ചില കുറിപ്പുകളുമൊക്കെ വരുന്നു. അത് സ്വാഭാവികമായും ആ കുടുംബത്തെ അലോസരപ്പെടുത്തും. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ സമഗ്രമായി മാറുകയും ചെയ്യും. അത്തരമൊരു സാധ്യത ഒഴിവാക്കണം, സാഹചര്യം ഒഴിവാക്കണം. അതിനെ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊന്നും കൊണ്ടുപോകരുത്. എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. വളരെ ശുഭകരമായി ഈ കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ തന്നെയാണ് ചാണ്ടി ഉമ്മൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. സുഹൈൽ, ശരി, ആര് വഴിയായാലും ലക്ഷ്യം നിമിഷപ്രിയയുടെ മോചനമാണ്. നമ്മൾക്ക് ചെയ്യാനാകുന്ന ഏക കാര്യം മോചനവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കുക. തലാലിന്റെ കുടുംബമായിരിക്കും. അവരെ പ്രകോപിപ്പിക്കാതിരിക്കുക, അവരെ വിമർശിക്കുന്ന, അവർക്ക് നേരെയുള്ള അപവാദ പ്രചരണങ്ങൾ നടത്താതിരിക്കുക എന്നത് മാത്രമാണ് നമ്മൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാനാകുന്ന കാര്യങ്ങൾ.